നമസ്കാരം. പ്രധാന വാർത്തകൾ. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണം. പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനുമെതിരെ നടപടി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനുമെതിരെ നടപടി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന അബ്ദുൾ സലാം, വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രിൻസിപ്പലിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിന് പ്രിൻസിപ്പലിനടക്കം ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്മു സജീവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സമിതി ഇത് പരിശോധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. നവംബർ 15-നാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിക്കുന്നത്. ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു. നൂറിനാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് കത്തിനശിച്ചു. ഇടയ്ക്കുന്നം സ്വദേശി ജയലാലിന്റെ മാരുതി ഓൾട്ടോ കാറാണ് കത്തിയത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ നിന്നാണ് തീ പടർന്നത്. ഉടൻ തന്നെ കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു. അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അതേസമയം ആളപായമില്ല. നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. ശ്രീകൃഷ്ണപുരത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. സമീപത്ത് നിർത്തിയിട്ട 2 കാറുകളിലിടിച്ചാണ് കാർ കടയിലേക്ക് കയറിയത്. ആർക്കും പരിക്കില്ല. ശ്രീകൃഷ്ണപുരത്ത് ഫെഡറൽ ബാങ്കിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഇവിടെ നിർത്തിയിട്ട 2 കാറുകളിലിടിച്ചാണ് വാഹനം പാഞ്ഞു വന്നത്. കാർ ഓടിച്ച കോട്ടപ്പുറം കരിമ്പന വരമ്പ് സ്വദേശിയായ ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിതാവിനെ തലക്കടിച്ചു കൊന്ന കേസ്. പ്രതിയായ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പള്ളിക്കര സ്വദേശി പ്രമോദാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. പിതാവ് അപ്പക്കുഞ്ഞിയെ 2024 ഏപ്രിൽ പ്രമോദ് കൊന്നിരുന്നു. ജയിലിലായിരുന്ന ഇയാൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയത്. ഉദുമ 4-ാം വാതുക്കലെ ഭാര്യ വീട്ടിലെ കിണറിലെ കപ്പിക്കയറിലാണ് പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിചാരണ ആരംഭിച്ച കൊലക്കേസ് ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് മരണം. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണം. ഉമാ തോമസിന് പരിക്കേറ്റ സംഭവം. ഒരാൾ കൂടി കസ്റ്റഡിയിൽ. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇവന്റ്സ് ഉടമ PS ജിനീഷ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂരിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും ജിനീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല. കേസിൽ 5 പേരെ പോലീസ് പ്രതി ചേർത്തിരുന്നു. ഇതിൽ മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, സ്റ്റേജ് ഡെക്കറേഷൻ സംഘത്തിലെ ബെന്നി എന്നിവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി ഉത്തരവ് പറയും.